കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷനും VD സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൊച്ചി സീറ്റ് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അമൽ, കൊച്ചിയിൽ ഷിയാസ് മത്സരിച്ചില്ല എങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ച് വലിയ തോൽവിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൊച്ചിയിൽ ഷിയാസ് എന്ന് ഉറപ്പിക്കാമെങ്കിൽ അത് VD സതീശന്റെ പിടിവാശി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ VD സതീശന്റെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ തുടർച്ചയായി ചർച്ച ചെയ്തിരുന്നുവെങ്കിലും പക്ഷേ ആ പേരുകൾക്ക് ഒരു പ്രാധാന്യം അന്തിമഘട്ടത്തിൽ ലഭിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും ഈ ഷിയാസിന്റെ പേരിന് ഒരു അന്തിമ ഷിയാസിന്റെ പേരിലേക്ക് എത്തുകയാണ്. നിലവിൽ എന്തായാലും ദീപ്തി മേരി വർഗീസ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നുവെങ്കിലും ആ പേര് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഷിയാസിന്റെ പേര് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഡൽഹിയിൽ നിന്നും എത്തുകയാണ്. ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം ഷിയാസ് കൊച്ചി കേന്ദ്രീകരിച്ച് എറണാകുളം കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായതാണ്. താഴെത്തട്ടിൽ നല്ല സംവിധാനമുള്ള നേതാവാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ദീപ്തി മേരി വർഗീസ് കോർപ്പറേഷനിൽ മത്സരിച്ച് വിജയിച്ച് ദീപ്തിക്ക് കോർപ്പറേഷനിൽ മേയറാകാൻ കഴിയുമോ എന്നൊരു സാധ്യത തേടിയതാണ്. പക്ഷേ അന്ന് ആ സാധ്യത വിജയം കണ്ടില്ല.